ശ്രീ ആയൂർ ബിജു, ഈ വലിയ ഒരു സൈന്യത്തിൻ്റെ വലയിൽ അകപ്പെട്ടിരിക്കുകയാണോ നമ്മുടെ നിയമസഭയിൽ പ്രതിപക്ഷമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഭരണപക്ഷത്തിൻ്റെ മുന്നിൽ പതറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 102 അംഗ ഒരു വലിയ അംഗസംഖ്യയിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് 10 കൊല്ലം അധികാരത്തിലില്ലാത്തതിൻ്റെ എല്ലാ തരത്തിലുള്ള ആവേശത്തോടും കൂടിയാണ് UDF നിൽക്കുന്നത്. അവരുടെ മുന്നിൽ നിഷ്പ്രഭമായി മാറുകയാണോ പ്രതിപക്ഷം? അല്ല, മുൻപും എനിക്ക് തോന്നുന്നു 102-ന് സമാനമായി 100-ൽ ഞങ്ങൾ നിന്നിട്ടുണ്ട്. ആ 100 സീറ്റുകൾ ഉള്ള ഒരു UDF-നെയാണ് പരാജയപ്പെടുത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ഓർമ്മയുണ്ടാവില്ല, എനിക്ക് തോന്നുന്നു AK നായനാരുടെ മന്ത്രിസഭയാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ 100, 101, 102 ഒന്നും ഞങ്ങൾക്കൊരു ഭീഷണി എന്തിനാ അല്ല. ഞങ്ങൾ വ്യക്തമായ നിലപാടുകളോടുകൂടി കേരള സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ നിലപാടുകളെ ഒരുപക്ഷെ കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞുവെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ തിരുത്തലുകൾ ഞങ്ങൾ നടത്തും. ഞങ്ങൾ പൂർവാധികം ഭംഗിയോടെ ശക്തിയോടെ തിരിച്ചു വരികയും ഞങ്ങളുടെ കക്ഷികൾ ഞങ്ങൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പായാലും CPI ആയാലും CPM ആയാലും ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, നിലപാടുകൾ ചില വ്യത്യാസങ്ങൾ വരുത്തണം എന്ന് പറയുന്നുണ്ട്. അവയൊക്കെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും. പിന്നെ വിജയനാഥ് സാർ ഒരു കാര്യം ഓർക്കണം, നഞ്ചെന്തിനാ നന്നാഴി? നഞ്ചൊരു തുള്ളി മതിയെന്നേ. അത് മതി മതി. അതെ, ഇവിടെ നഞ്ചാകുകയാണോ? അപ്പം അല്ല, നഞ്ചാകുകയല്ല. എന്നാലും നഞ്ച് എന്തിനാ നന്നാഴി? വേണ്ട, കുറച്ച് മതി. ഇപ്പം നിയമസഭയിൽ ഇവർ 100 അല്ല, 102 അല്ല, 110 ഉണ്ടായാലും അവരെ എതിർക്കുവാൻ, അവരുടെ ആശയങ്ങളുമായി സംവദിക്കുവാൻ, അവർ നടത്തുന്ന നിയമവിരുദ്ധമായ നടപടികളെ എതിർക്കുവാൻ ഞങ്ങളുടെ അംഗസംഖ്യ ഞങ്ങൾക്ക് അത് ആവശ്യത്തിലധികമാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ, വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ താഴോട്ട് നേതാക്കന്മാരൊക്കെ അവിടെയുണ്ട്. പിന്നെ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, ഉണ്ടാവുമല്ലോ, സാറ് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഗ്രഹണ സമയത്ത് പൊങ്ങിയ ചില ഞാഞ്ഞൂലുകൾ നിയമസഭയിലുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും സംഭവിക്കില്ല. അവരെ ആരൊക്കെയാണെന്ന് ഞാൻ അങ്ങനെ, അവരെ ജയിച്ചു വന്ന MLA-മാരാണ്, അവരെ ഞാൻ അങ്ങനെ കൊച്ചാക്കുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങനെ വന്ന ചില ആൾക്കാരും കൂടി അവിടെ ഇരുന്നാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. ഞങ്ങൾ വീണ്ടും പൂർവാധികം ഭംഗിയോട് സാറിന് ഞാൻ ചോദിക്കട്ടെ, ഏത് കൊടുങ്കാറ്റാണ് അടിച്ചിട്ടുള്ളത്? ഏത് കൊടുങ്കാറ്റടിച്ചാലും ചെറിയ മുല്ലവള്ളി പോലും മറിക്കപ്പെടും. എന്നാൽ എന്ത് ചെയ്യും? ആ കൊടുങ്കാറ്റ് കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ മുല്ലവള്ളി അല്ലെങ്കിൽ ഈ ചെടികൾ താനേ നൂന്നു വരും. പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു ഭയവുമില്ല. ആത്യന്തികമായി ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. തോൽവിയാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്നേക്കുമായി ഇടതുപക്ഷം ഈ കേരള സംസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൊതുസമൂഹത്തിന് മാറിപ്പോയി എന്നും പറയും. അപ്പോൾ തന്നെ എത്രയോ സമരങ്ങൾ ഒരു മാസത്തിനകത്ത് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ, കേരളത്തിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ പാർട്ടികളും നടത്തപ്പെട്ടു. നീറ്റുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ഇവിടെ ആരെങ്കിലും നടത്തിയോ? KSU പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയില്ലേ? നീറ്റ് പരീക്ഷ ഫലവുമായി ബന്ധപ്പെട്ട്, പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എവിടെയെങ്കിലും അവർക്ക് ഇടപെടാൻ പറ്റുമോ? അതേസമയം ഞങ്ങൾ SFI, ASF തുടങ്ങിയ സംഘടനകളൊക്കെയും നിരന്തരമായി സമരരംഗത്താണ്. അല്ല, ഇതിനകത്ത് സഭയിൽ ഇപ്പോൾ CPM, CPI പിന്നെ ഒരു ഘടകകക്ഷി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റ് ഘടകകക്ഷികളൊന്നും ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഭരണപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടൊക്കെ ധാരാളം പേരുണ്ടായിരുന്നു. അതല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഘടകകക്ഷികൾ LDF-ലെ എല്ലാവരും ഇല്ലാതായി പോകുന്നൊരു ഘട്ടത്തിലേക്കാണോ? ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാതാകുമെന്നല്ലേ പറയുന്നത്. അവർക്ക് സീറ്റ് ഇല്ലെങ്കിലും അവരിതിനെ അതിജീവിച്ച് കയറി വരും. കാരണം അത് കേരള കോൺഗ്രസിൻ്റെ തട്ടകത്തിനകത്ത് അവർക്കൊരു അടിത്തറ എപ്പോഴും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ ഇല്ലാതായി പോകാനുള്ള സാധ്യതയല്ലേ? സാറേ, നമ്മൾ ഈ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം പഠിച്ചാൽ
NDP തുടങ്ങി എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകുന്നു. ഇപ്പം ഇതാ ഡൽഹി കേന്ദ്രമായിട്ട് AAP പണ്ട് ഇല്ലായിരുന്നല്ലോ, ഒരു സമയത്ത് AAP വന്നില്ലേ, ഡൽഹി മൊത്തത്തിൽ അവർ ഭരിച്ചില്ലേ, ഡൽഹി നിയമസഭ മുഴുവൻ അവർ പ്രതിപക്ഷമില്ലാതെ എനിക്കൊന്ന് 1-2 പഞ്ചാബ് ഭരിച്ചു. ഇപ്പം എന്താ ഒരു പുതിയ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി, ഒറ്റ എന്താണ് ഓൺലൈനിൽ അവർ എന്താണ് അവരുടെ ആശയങ്ങൾ സംവാദം നടത്തി ഒരു തവണ വന്നിരിക്കുന്നു. വലിയ സംഘടനാ ശേഷി ഉണ്ടാകത്തില്ല. അല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജനസംഘം പോലുള്ള പാർട്ടികളൊക്കെ സംഘടനാ സംവിധാനം ഉണ്ടായിട്ടാണോ പണ്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 340-400 സീറ്റുകളിൽ ഇന്ത്യയിലാകമാനം ജയിച്ച് നിൽക്കുമ്പോഴും ജനസംഘം എന്ന പേരിൽ 2 സീറ്റ് 1 സീറ്റുള്ള പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നില്ലേ? അതുകൊണ്ട് ഈ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞങ്ങൾ കേരള കോൺഗ്രസ് ചോദിച്ചൊരു ചോദ്യം അതിലേക്കാണ്. ഞങ്ങളുടെ വോട്ട് ഷെയറിൽ കുറവില്ല. ഇപ്പം പാലയിൽ ഞങ്ങളുടെ ചെയർമാൻ പരാജയപ്പെട്ട് 2000 വോട്ടിനാണ്, 2300 വോട്ടിനാണ്. അല്ലാതെ വലിയ മാർജിനൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനെക്കാട്ടിയും ചെറിയ മാർജിനിലാണ് ഞങ്ങൾ പരാജയപ്പെടുന്നത്. പിന്നെ ഈ കുത്തൊഴുക്ക്, UDF-ന് അനുകൂലമായ ഒരു കുത്തൊഴുക്ക് ഉണ്ടായപ്പോൾ ഞങ്ങളുടെ മന്ത്രി, ഞങ്ങളുടെ ചീഫ് വിപ്പ് അവരൊക്കെ പരാജയപ്പെട്ടു. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ പരാജയത്തെ എന്നേക്കുമായുള്ള ഒരു പരാജയമായി കാണും. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടില്ലേ, രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടില്ലേ, അമേഠിയിൽ പരാജയപ്പെട്ടില്ലേ, എന്തിനാ മാരാരിക്കുളത്ത് ഞങ്ങളുടെ നേതാവ് അച്യുതാനന്ദൻ പരാജയപ്പെട്ടില്ലേ? ആ ഒരു പരാജയം കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനമോ ഇല്ലാതായിട്ടുണ്ടോ, ഞങ്ങളുടെ മുന്നണിയോ ഇല്ലാതായിട്ടുണ്ടോ? ആ പരാജയത്തിന് ശേഷമാണ് ദീർഘമായ 10 വർഷക്കാലം ഞങ്ങൾ കേരളം ഭരിച്ചത്. അതുകൊണ്ട് താൽക്കാലികമായ ഒരു പ്രതിഭാസം എന്ന നിലയിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, തോൽവി അംഗീകരിക്കുന്നു. വർദ്ധിത വീര്യത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു വരും, ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കും, ജനങ്ങൾക്ക് വേണ്ടി സംവദിക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനവിരുദ്ധ പദ്ധതികൾക്കെതിരെ സമരം ചെയ്യും. ഞങ്ങൾ ജയിലിൽ പോയാലും ഏത് തരത്തിലായാലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.